രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും സംശയിച്ച് നിൽക്കുന്നവർക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ലെയറോട് കൂടിയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കിടിലൻ നൈറ്റ് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പാരിസൺ സതിഥിയുടെ മൈദയാണ്. ഹൈ ക്വാളിറ്റി ഉള്ളതും ശുദ്ധീകരിച്ചതുമായിട്ടുള്ള ഗോതമ്പ് ധാന്യങ്ങളിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള മാവാണ് കേട്ടോ അതിഥി മൈദ. അതുകൊണ്ട് തന്നെ നല്ല ടെക്സ്ചറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി വെച്ച് മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം ഒരു ബൗളിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി, തക്കാളി, ചെറിയൊരു കഷ്ണം പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കോഴിമുട്ടയും പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ബോൾസാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മുകളിൽ കുറച്ച് പൊടി കൂടെ തൂക്കിയിട്ട് ഇതുപോലെ കട്ടിട്ടെടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇത് പൊടി തൂവിയിട്ട് ഒന്നും കൂടെ ഇതുപോലെ സ്ക്വയറായിട്ട് മടക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.